പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി നയിക്കുന്ന ബി.ജെ.പി. സർക്കാർ തന്ത്രപരമായ ഒരു തീരുമാനം പുറത്തുവിട്ടിരിക്കുകയാണ്. സിലിഗുരി ഇടനാഴിയിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള 120 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരിനും അതിർത്തി രക്ഷാസേനയ്ക്കും കൈമാറാൻ ബംഗാൾ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കേന്ദ്ര ഏജൻസികൾ ഈ ഭൂമിക്കായി ബംഗാൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. എങ്കിലും അന്നത്തെ മമതാ ബാനർജി സർക്കാർ ഇത് ഫെഡറൽ സംവിധാനത്തിന് കടന്നുകയറ്റമാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ അനുമതി വൈകിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സുവേന്ദു അധികാരി ഭരണമേറ്റ് 15 ദിവസത്തിനകം എല്ലാ തടസ്സങ്ങളും നീക്കി ഭൂമി കൈമാറ്റത്തിനുള്ള അന്തിമ ഉത്തരവിറക്കി. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന 7 ദേശീയപാതകളുടെ നിയന്ത്രണം നാഷണൽ ഹൈവേ അതോറിറ്റിക്കും NHIDCLനും കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 5 ദേശീയപാതകളും ചിക്കൻ സ്നെക്ക് വഴിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരമായ വളരെ പ്രാധാന്യമുള്ള നഗരമാണ് ബംഗാളിലെ വടക്കുകിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിലിഗുരി. ഒരു കോഴിയുടെ കഴുത്തുപോലെ നിൽക്കുന്നതാണ് ഇവിടം. സൈനിക ഭൗമരാഷ്ട്രവൃത്തങ്ങൾ ഇതിനെ ചിക്കൻ സ്നെക്ക് കോറിഡോർ എന്ന് പേര് വരാൻ കാരണം വെറും 22 കിലോമീറ്റർ ദൂരമുള്ള ഒരു പാതയാണിത്. അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ എന്നീ 7 സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക കരമാർഗമുള്ള പാത കൂടിയാണിത്. സിലിഗുരി ഇടനാഴിയുടെ വടക്ക് ഭാഗത്ത് നേപ്പാളും ഭൂട്ടാനും തെക്കുഭാഗത്ത് ബംഗ്ലാദേശുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് ചൈനയുടെ ടിബറ്റൻ സ്വയംഭരണ പ്രദേശവുമുണ്ട്. എന്തെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ ഈ 22 കിലോമീറ്റർ പാത ഉപരോധിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സൈനിക അതീവ സുരക്ഷാ മേഖലയായി ഇവിടെ കാണുന്നത്. കേന്ദ്ര സർക്കാരിനെ കൈമാറുന്ന ഈ 120 ഏക്കർ ഭൂമി അതിർത്തി വേലികൾ ശക്തമാക്കുകയും തന്ത്രപരമായ സൈനിക നീക്കങ്ങൾ നടത്താനുമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂമി എന്തിനാണ് കൈമാറുന്നതെന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും റോഡ്, റെയിൽ, പ്രതിരോധ മാർഗങ്ങൾ, സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കാമെന്നാണ് സൂചനകൾ. ഇന്ത്യ ബംഗ്ലാദേശ് സുരക്ഷയുടെ പഴുതടക്കുക എന്നാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് പ്രകാരം ചിക്കൻ സ്നെക്ക് ഇടനാഴിയിലൂടെ 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിസുരക്ഷാ ഭൂഗർഭ തുരങ്കപാത റെയിൽ പദ്ധതി നിർമ്മിക്കാൻ കേന്ദ്രം പദ്ധതിയിട്ടതായി ഇതിൽ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ ഭൂമി കൈമാറ്റം പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷം അതിരൂക്ഷമായി ആഞ്ഞടിച്ചു. സംസ്ഥാനത്തിന്റെ പരമാധികാരവും ഭൂമിയും കേന്ദ്രത്തിന്റെ മുന്നിൽ സുവേന്ദു അധികാരി പണയം വെക്കുന്നു എന്നും ബംഗാളിന്റെ താൽപര്യം ബലിയർപ്പിക്കുമെന്ന് പ്രതിപക്ഷമായ തൃണമൂൽ കുറ്റപ്പെടുത്തി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ 5 കോടി ജനങ്ങളുടെ സുരക്ഷ ഇത് അനിവാര്യമാണെന്നും സുവേന്ദു അധികാരിയുടെ വാദം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ കളികൾക്കും സ്ഥാനമില്ലെന്നും തൃണമൂലിന്റെ ആരോപണങ്ങൾ സുവേന്ദു അധികാരി തള്ളിപ്പറയുകയും ചെയ്തു.